ഈ വെക്കേഷൻ കഴിയാറാകുമ്പോഴേക്കും ഏട്ടൻ ഞങ്ങൾക്ക് തന്ന അടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ യാത്ര. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ബസ്സിലും കയറി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. ഈ ഒരു മഴ ഇന്ന് തന്നെ തുടങ്ങുമെന്ന് തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു കേട്ടോ ഈ പ്ലാൻ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പം ഏട്ടൻ വർക്കും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെയും കാത്ത് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. പേര് മഴയെന്ന് പറഞ്ഞാലും പോരാ. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് എത്തിയേ. കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്നായപ്പം ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങിയേ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ബീച്ചിലെങ്കിലും തിരക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ അതേ കൂടി ഇങ്ങനെയൊക്കെ നടന്നേ. ജിത്തുവിന് കാല് നനയ്ക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ കടലിൽ ഭയങ്കര തിരയുള്ളത് കാരണം നമ്മൾ അതിന് സമ്മതിച്ചില്ലേ. ഇവിടെ കടൽ തിട്ടയുള്ളത് കാരണം അങ്ങനെ കടലൊന്നും കയറില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാട്ടോ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തിര അടിച്ച് കയറിയതേ. എപ്പോൾ ബീച്ചിൽ പോയാലും ഈ ഉപ്പിലിട്ടേക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാതെ വരാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഉപ്പിലിട്ട പൈനാപ്പിളും നെല്ലിക്കയും മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചേ. അത്ര നേരം ശാന്തമായിരുന്ന കടൽ തീരം പെട്ടെന്നൊരു കാറ്റും മഴയും വന്നിട്ട് അശാന്തമായേ. കുറെ കഴിഞ്ഞ മഴയൊക്കെ അങ്ങ് തോർന്നേ. കോഴിക്കോട് വന്നിട്ട് ഇവനൊന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അന്ന് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ കസിനാണേ. അതിനൊക്കെ ശേഷം ഞങ്ങളിതാ കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായി തെരുവിലോട്ടൊന്ന് പോയി. ഇന്ന് പിള്ളേർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങളിതാ ഓരോ ഷാർജ ഷേക്കും കൂടി വാങ്ങിച്ചു കുടിച്ച് വീണ്ടും കുറച്ചു നേരം അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ ശേഷം രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു തട്ടുകടയിലേക്ക് പോയി കേട്ടോ. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് പറക്കണം എന്നുള്ളത്. അതെന്തായാലും ഇവിടെ വന്നപ്പോൾ സാധിച്ചേ. അതായത് നല്ല കാറ്റും മഴയായിരുന്നു. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണുവേ. അപ്പോൾ ഇന്നത്തെ ബൈ ബൈ.